എല്ലാവർക്കും ഇഞ്ചിലാഞ്ചി ജനമുണ്ട് പടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളാണെങ്കിൽ കുറെ നാൾക്ക് ശേഷം നമ്മൾ എല്ലാരും ഒത്തുകൂടിയിരിക്കുകയാണ്. തക്കുണ്ട്, കുട്ടനുണ്ട്, കുഞ്ഞനുണ്ട്, മണിക്കുട്ടിയുണ്ട്, അമ്മുണ്ട്. അമ്മു ഭയങ്കര പുച്ഛം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, കുട്ടനും മണിയൊക്കെ കുഞ്ഞനും തക്കുവൊക്കെ ഇന്നലെ വന്നായിരുന്നു. ഇവര് ഇന്ന് രാവിലെയാണ് ഇപ്പൊ വന്നതേ ഉള്ളൂ. കുട്ടനും മണിയും. അപ്പം നമ്മള് നേരത്തെ ഇങ്ങനെ കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇന്ന് കളിക്കാൻ പറ്റത്തില്ല, കാരണം പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെയാണ്. സോ അപ്പൊ നമുക്ക് തക്കു ഇങ്ങ് വരൂ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ തക്കുവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പേരെന്താണ്? വൃത്തിക്ക് പറ. ലയണൽ ആൻഡ് ലിയാൻ വ്ളോഗ്സ്. എല്ലാവരും അടിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുഞ്ഞ? 16. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ദക്കുവും കുഞ്ഞിനൊക്കെ പുതിയ ഫുട്ബോൾ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കളിയാണ് ഇവിടെ. പിന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൾബറിയുടെ. അത് ജസ്റ്റ് നമ്മളന്ന് ഇട്ടപ്പം വെറുതെ ചെറുതായിട്ടൊന്ന് കാഴ്ചതേ ഉള്ളായിരുന്നു. ഇപ്പം ഇതാ ഇച്ചിരി ഇതാ കണ്ടോ, ഇച്ചിരി പഴുക്കാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇതാ ഇവര് പൂരക്കളി കേട്ടോ. അമ്മു മണിക്കുട്ടിയൊക്കെ അവിടെ തൂണിന്റെ അവിടെ പോയി കാണും. നമുക്ക് അവരോട് ചോദിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കുറെ നാൾക്ക് ശേഷമല്ലേ കാണുന്നത്? എന്തെങ്കിലും പറയൂ. സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷാണോ? താങ്കൾക്കോ? ഞാൻ മണീനോട് ടച്ച. അതെന്താ? അതെന്താ അറിയില്ലാഞ്ഞിട്ട് ടച്ചാ? തക്കു, താങ്കൾ ഇവിടെ വരൂ. താങ്കൾ ഇവര് പറയുന്നതോട് ഒച്ചുണ്ടാക്കട്ടെ. താങ്കൾ ഇവര് പറയുന്നതോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും കിളി പോയിരിക്കും. ഇവിടെ പൂരക്കളിയാണ്. കുട്ടൻ കഴിഞ്ഞ ദിവസം ടൂറൊക്കെ പോയിട്ട് വരുവാണ്. ഫ്രണ്ട്സ്, കുട്ടൻ എന്താണ് പറയാനുള്ളത്? നല്ലൊരു ദിവസമാണ്. പിന്നെ നല്ല സന്തോഷമാണ് ഇന്ന് എനിക്കുള്ളത്. കാരണം ഇന്ന് അക്കു, കുഞ്ഞൻ, അന്നു എല്ലാവരെയും ഇന്ന് കണ്ടു. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുവിൻ്റെ പിരി ലൂസാണ്. കുറെ നാൾക്ക് ഏകദേശം ഒരു 9 മാസത്തിന് ശേഷമൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ വരുന്നത്. തക്കും കുഞ്ഞിനും മിക്ക ആഴ്ച അവസാന ദിവസം വരാറുണ്ട്. പക്ഷെ ഇവര് 9 മാസത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ദിവസമാണ്. അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവരിവിടെ കാണും. അപ്പം നമ്മൾ അടുത്ത ആഴ്ച പാർക്കിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പോകുവാണെങ്കിൽ അതിൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും അല്ലേ? അതെ. നമ്മൾ ഏത് പാർക്കിലാണ് പോകുന്നത്? ചൈതന്യ പോ ഹാങ് ഔട്ട്. നമ്മൾ ഹാങ് ഔട്ട് ആവാൻ പോവാണ്. സോ നമ്മൾ അവിടെ പോയി നമ്മുടെ മെയിൻ പരിപാടി, ഞാൻ ഫുഡ് അടിക്കാനാണ് അവിടെ പോയി മെയിൻ പരിപാടി. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. എനിക്ക് അവിടുത്തെ റൈഡിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ അവിടുത്തെ ഫുഡാണ്. എനിക്ക് അവിടുത്തെ പാർക്കാണ് ഇഷ്ടം. ഇവിടെ എപ്പോഴും തീറ്റപ്രാതിയാണ്. ഇവിടെ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കുവാണെങ്കിൽ ബിരിയാണി അങ്ങനെയുള്ള ചിന്തയേ ഉള്ളൂ ഇവൾക്ക്. അതെ, പാർക്കൊന്നും പോകണമെന്നില്ല, കളിക്കണമെന്നൊന്നുമില്ല, ഓൺലി കാണാം. അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണോ? അങ്ങനെ അല്ലേന്ന് ചോദിക്കും. ഞാൻ അങ്ങനെയാണോ? പിന്നെ 100%. ഞാൻ അങ്ങനെയാണോ? അതെ, 150%. പറയുന്നൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. ഞാൻ അത്ര ഫുഡിയൊന്നുമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്സ്, അങ്ങനെ പനിയായതുകൊണ്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതെ ഞങ്ങൾ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഇനി വൈകുന്നേരം ചിലപ്പോ വെയിലാറിയിട്ട് 1-2 കളികളൊക്കെ കളിച്ചെന്ന് വരും. 2000 ഗൈസ്, മണിക്കുട്ടിയുടെ മുഖത്ത് നമ്മളൊരു തെളിച്ചം കാണുന്നില്ല.
ബോറ് ദിവസം. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അതെ, വൈകുന്നേരം ഒരു ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോൾ കുറെ കളികൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു കളി കണ്ടുപിടിക്കാം, എല്ലാരും എന്റെ കൂടെ വന്നോ. എന്റെ കളി ഫ്രണ്ട്സ്, ഇത് നമ്മൾ തൂങ്ങുന്ന ഏരിയ കേട്ടോ. ടക്കുന്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഫ്രിസ്ബി കളിക്കുന്നതാണ്. ആ സ്റ്റെപ്പിന്റെ അടിയിലുണ്ട്. ഇനി താഴെ വീണ് കഴിഞ്ഞാൽ ഗേസ്, പിന്നെ ഒരു കാര്യം, ഇവരിലൊക്കെ മൂത്തത് ഞാനാട്ടോ. പിന്നെ ഒന്നുമില്ല, ഞാനാ. ഇത് കുഞ്ഞാട്ടോ. കണ്ട ഇവന് കുത്തമീനാർ പോലെ തോന്നും, പക്ഷെ ഞാനാണ് മൂത്തത്. മൂത്തൊന്നുമില്ല, അതുണ്ടോ. മൂത്താണെങ്കിൽ ഞാൻ പോടി അങ്ങനെയൊക്കെ വിളിക്കുന്നു കേട്ടോ. അതെ, ഒരു ബഹുമാനമില്ല. ബഹുമാനം നിനക്കില്ലാത്ത. ഞാൻ നിന്നെ കുട്ടാന്നല്ലേടാ വിളിക്കുന്ന പൊട്ടാ. ഫ്രണ്ട്സ്, അമ്മു പറഞ്ഞു വന്നിരിക്കുന്നു പൂച്ചയുടെ എക്സ്പേർട്ട്. ഞാൻ നിങ്ങളുടെ മുറി വൃത്തിയാക്കിയപ്പോ അവത്തിലുണ്ടായിരുന്നോ? എവിടെ ഉണ്ടോ? മാരിക്കെ വീഡിയോ എടുക്കട്ടെ. ഡാർക്കേ ഉള്ളു ഫ്രണ്ട്സ്, നമ്മുടെ ഡാർക്ക് ഇവിടെയുണ്ട്. എന്തി പിന്നെ കോഴി മുട്ട ഇടാനും ഇരിപ്പുണ്ട്. വേണ്ട. ആ അതിനെ കാണത്തില്ല കേട്ടോ. കോഴി മുട്ട ഇടാനും ഇരിപ്പുണ്ട്. ഇത് പഴയൊരു ബാത്റൂമാണ് ഇവിടുത്തെ പുറത്തിലെ. പിന്നെ ഇതാ ഇവർ ഇവിടെ തന്നെ കളിക്കും. ഇവിടെ നല്ല സ്പേസ് ഉണ്ടല്ലേ കളിക്കാൻ. ഇവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കളിക്കാനായിട്ട്. ഫ്രണ്ട്സ്, ഇവരെ സിനിമയിലൊക്കെ എടുക്കണം. നിന്നൊക്കെ നമുക്കിനി കുറച്ചു നേരം ഇവര് കളിക്കുന്നത് കാണാം. കുറച്ചുകൂടെ കണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോയി നല്ല രസമില്ല. ഇപ്പൊ നിനക്ക് 5 പോയിന്റ്, എനിക്ക് 5 പോയിന്റ്. എനിക്ക് 6 ഞാനറിയാം. മണിക്കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഗായ്സ്. മണിക്കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. മണിക്കുട്ടി, താങ്കൾ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ആ, എന്നാ പറ്റിയേ? എന്താന്ന് പറ. അറിയില്ല. ആ, എന്താ അമ്മ മിണ്ടാതെയോ? അമ്മ എന്നാ അമ്മ കൂട്ട് വെട്ടിയേ? മിണ്ടിക്കേ, അവര് വന്നതല്ലേ. ഡാ ഡാ ഡാ, പപ്പ കണ്ട ഓടിക്കുവേ. മണിക്കുട്ടി വാ, എന്റെ കൂടെ വരത്തില്ലേ? എന്നോട് മിണ്ടത്തില്ലേ? വാ, കമോൺ. ചെരുപ്പ് അവിടെ ഇട്, ചെരുപ്പ് ഇട് ഇട്. ഓക്കെ, മണിക്കുട്ടി നല്ല വൃത്തിയുള്ളവളല്ലേ. അമ്മൂന് എന്നെയാണ് ഇവനെയാണ് ഇഷ്ടം. മണിക്കുട്ടിക്ക് കുട്ടരെയാണ് എന്റെയാണ് ഇഷ്ടം.